നമ്മളിപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് റഷ്യയിൽ വന്നിരിക്കുകയാണ്. കൊച്ചിയിലെ വൈറ്റ്ലയിലാണ് അവരുടെ ഓഫീസ്. സന്തോഷം. താങ്ക് യു. എല്ലാം നന്നായി, എല്ലാ മക്കളും നന്നായി. നിങ്ങൾക്ക് എന്താ തിരിച്ചു തരണ്ടേ? ഞാൻ എന്താ തിരിച്ചു തരണ്ടേ? നമ്മുടെ ഫൗണ്ടർ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഹായ്, വെൽക്കം. വെൽക്കം. താങ്ക് യു, താങ്ക് യു. അവിനാഷ് കുളൂർ, വൈസ് പ്രസിഡന്റ്. ഐ നോ. വിഘ്നേഷ് നന്ദകുമാർ, ബ്രാഞ്ച് ഹെഡ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയ വളരെ സന്തോഷം. നമ്മുടെ സ്ഥാപനം പോലെയാണ് അല്ലേ? വളരെ സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ഇത് വരിക വരിക വരിക. സർ പ്ലീസ്. സുഖമായിരിക്കുന്നല്ലോ? സന്തോഷമായിരിക്കും. താങ്ക് യു. നമ്മുടെ റെജി സാറ് നമ്മുടെ സ്വന്തം ആളാ. ഓക്കെ, ആണല്ലേ? അപ്പൊ നിങ്ങള് എല്ലാം ഹാപ്പി ആണല്ലോ? നിങ്ങളെയൊക്കെ അന്വേഷിച്ച് വന്നാ നമ്മള്. ഓക്കെ, അപ്പം എനിക്കൊന്ന് നമ്മുടെ ഫൗണ്ടർ സ്ഥലത്തില്ലെന്ന് തോന്നുന്നല്ലേ? എവിടെ പോയത്? പുള്ളി ഒന്നിപ്പോ ബാംഗ്ലൂരാണ്. അപ്പൊ അതേതോടെ അന്വേഷണം പറയുക. ഉറപ്പായിട്ടും ലൈവായിട്ട് പോവാ. അപ്പൊ അത് കാണുന്നുണ്ടോ? എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞായിരുന്നു, സാർ എത്തിയോന്നൊക്കെ. ഇപ്പൊ വിളിച്ച് അന്വേഷിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സാർ ഇപ്പൊ എത്തി. നമ്മളിപ്പോ നിങ്ങൾ ബാംഗ്ലൂരാണെന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. വേഗം തിരിച്ചു വരിക അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്? നമുക്ക് അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? നമുക്കിപ്പോ ടോട്ടൽ ഓൾമോസ്റ്റ് ലൈക്ക് 3500 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അതെ അതെ അതെ. കോഴ്സിന്റെ സ്വഭാവം എങ്ങനെയാ? നമ്മളിവിടെ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ് കൊടുക്കുന്നത്. CA, ACCA, CMA, അതാണ് മെയിനായിട്ട്. കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ആണ്, ചാർട്ടേഡ് കോഴ്സസ് ആണ്. അപ്പോൾ ഇത് ഓഫ്ലൈൻ ക്യാമ്പസ് ആണ് കൊച്ചിയിൽ. ഇതുപോലെ 6 ക്യാമ്പസ് നമുക്ക് കേരളത്തിലുണ്ട്. കണ്ണൂരുണ്ട്, കാലിക്കറ്റ്, തൃശ്ശൂര്, കൊച്ചി, പിന്നെ അതുപോലെ കോട്ടയം, ട്രിവാൻഡ്രം. പിന്നെ 3 പുതിയ ക്യാമ്പസ് ഈ വർഷം നമ്മൾ തുടങ്ങുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ആദ്യമായിട്ട് ബാംഗ്ലൂരും, അതുപോലെ കോയമ്പത്തൂരും, പിന്നെ ചെന്നൈയും. താങ്ക് യു, താങ്ക് യു. അപ്പൊ നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഏത് കോഴ്സിനാ പഠിക്കുന്നത്? CA Inter. ഹാപ്പിയാണോ നിങ്ങൾ? Yes. Hi sir. ടീച്ചേഴ്സ് ആയിരിക്കും, Coordinators. ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? നന്നായിട്ട് പഠിക്കണ്ട്. ഏതിനാ പഠിക്കുന്നത്? CA Inter. ഇപ്പോഴത്തെ റിസൾട്ടിൽ ഇവരൊക്കെ പാസ്സായ പിള്ളേരാണ്. ശരി. അപ്പം വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അതോടൊന്ന് കയറിയാലോ? അതെ അതെ. ലക്ഷ്യയുടെ ക്യാമ്പസിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ. നമ്മൾ ഒരുപക്ഷെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അല്ലേ? യെസ്, ഇവിടെ നമുക്ക് മെന്റേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ മെന്റേഴ്സ്, പിന്നെ അതുപോലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കോർഡിനേറ്റേഴ്സ്. അങ്ങനെ ഒരു 3 ടയർ സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഈ യുണീക്ക് ആകുന്നത് എങ്ങനെയാണ്? യുണീക്ക് ആകുന്ന ബേസിക്കലി നമ്മുടെ ഒരു റിസൾട്ട് തന്നെയാണ്. നമ്മൾ 15 years ആയി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് കൺസിസ്റ്റന്റ് റിസൾട്ട്സ് ആണ് എല്ലാ അറ്റംപ്റ്റിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം എക്സ്പീരിയൻസ്ഡും ഏറ്റവും പ്രോപ്പർ ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ വരുന്ന ഫാക്കൽറ്റീസ് ആണ്. അതാണ് ഇതിനെ യുണീക്ക് ആക്കുന്നത്. വെരി ഗുഡ് ഈവനിങ് ടു എവരിവൺ. യെസ്, ഭയങ്കര സന്തോഷമാണ് ഇന്ന് സാർ ഇവിടെ ലക്ഷ്യയുടെ ക്യാമ്പസിൽ വന്നതിൽ. SKNH 40 എന്ന് പറയുമ്പോൾ 40 years in the media industry എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. A big round of applause for someone who has contributed 40 years to the industry. ജേർണലിസം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയ, വളരെ ബുദ്ധിമുട്ടായ, എനിക്ക് തോന്നുന്നു ജേർണലിസം ഈ സാറൊക്കെ ജേർണലിസം തുടങ്ങിയ കാലഘട്ടത്തിലൊന്നും ജേർണലിസം അത്രയും പോപ്പുലർ ആയിട്ടോ അല്ലെങ്കിൽ ജേർണലിസം മീഡിയ എന്ന് പറയുന്ന അത്ര പോപ്പുലർ ഇൻഡസ്ട്രി ആയിരുന്നില്ല. ആ സമയത്താണ് സാറ് ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുത്തത്. അവിടുന്ന് സാറിന്റെ ടീമിൽ കാണുന്ന സമയത്ത് എനിക്കൊക്കെ ഭയങ്കര, ഞാനിപ്പോ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികൾ ഒരാളാണ് സാറ്. കാരണം സാറിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ, സാർ ഇത്ര ഭയങ്കര എന്താ പറയാ, സാറിന് പണ്ടത്തെ ആ ഒരു പ്രോഗ്രാമിൽ സാറിന് ഓടി നടക്കുന്നു, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഭയങ്കര എനർജിയാണ് സാറിന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാറിന്റെ എനർജിയാണ്. ത്രൂ ഔട്ട് ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സാർ ഒരേ എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്കൊക്കെ ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ വന്നത്. ആൻഡ് എനിക്കൊന്ന് TV എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഏരിയയില് റെവല്യൂഷൻ, ലൈക്ക് ന്യൂസ് വാച്ച് ചെയ്യുന്നതിൽ റെവല്യൂഷൻ കൊണ്ടുവന്ന കേരളത്തിലെ വ്യക്തി സാറാണ്.
സാറാണ് ശരിക്കും 24 ന്യൂസ് ഒക്കെ വന്ന സമയത്ത് ആ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, നമ്മൾ എങ്ങനെ ഒരു ന്യൂസ് വാച്ച് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മാറ്റി കുറച്ചും കൂടി ഒരു വിഷ്വൽ നമുക്ക് ഗ്രാൻഡ് സ്പെക്ടക്കിൾ തന്ന് സാറ് അത് മുന്നോട്ട് പോയി. ഇന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു SKN40 എന്ന് പറയുന്ന ഒരു കാര്യം സാറ് കേരളം മൊത്തം when he is going around, I think one of the best things that he has done is to take up the anti-drug campaign, which is a very important campaign happening in the state of Kerala. കാരണം ശരിക്കും പറഞ്ഞാല് ഇങ്ങനൊരു 40 വർഷം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് സാർ അത് ആഘോഷമാക്കുന്നതിന്റെ അപ്പുറം എങ്ങനെ കേരളത്തിന്റെ യൂത്തിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ഡ്രഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ശരിക്കും നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് at Indian Institute of Commerce lecture നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് we also had a lot of anti-drug campaigns. കുറേ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടും സാറിന്റെ ഈ ഒരു കേരള യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ ക്യാമ്പസിൽ വന്ന നമ്മുടെ പിള്ളേരോട് ഒരു മെസ്സേജ് കൊടുക്കുക. ഈ ഒരു ആന്റി-ഡ്രഗ് ക്യാമ്പയിൻ ശരിക്കും നമ്മുടെ പിള്ളേരിലേക്ക് കറക്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്, ഇറ്റ്സ് എ വണ്ടർഫുൾ മൊമെന്റ്. So I welcome sir to please speak to our wonderful students. They are waiting to hear from you. Welcome from Indian Institute of Commerce lecturer sir to this campus. പ്രിയമുള്ളവരെ, ശബ്ദമൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോ ലക്ഷ്യയുടെ ക്യാമ്പസിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്കിതൊരു സ്വന്തം സ്ഥാപനം പോലെയാണ്, നിങ്ങൾക്കറിയാം. ആദ്യം മുതലേ തന്നെ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു ശ്രീ ഓർവൽ ലയണൽ. അദ്ദേഹവും നമ്മൾ ഒന്നിച്ചുള്ള കുറെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരുപക്ഷെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ കോർഡിനേറ്റേഴ്സും കുട്ടികളും അതുപോലെ നമ്മുടെ രചിച്ച അവരെയും ഒക്കെ പങ്കാളികളായിട്ടുണ്ട്. വളരെ സന്തോഷം, താങ്ക് യു. മാത്രമല്ല എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഇതേപോലൊരു സോഷ്യൽ കോസ് നമ്മൾ എടുത്തപ്പോ മുന്നോട്ട് വന്ന കമ്പനികളിൽ ഏറ്റവും പ്രമുഖമായ ഒരു കമ്പനി തന്നെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം സ്ഥാപനം നടത്തുന്നൊക്കെ തന്നെ നമുക്ക് ലാഭം ഉണ്ടാക്കാനും സ്ഥാപനം നന്നായി നടത്താനും ഒക്കെയാണ്. എന്നാലും നമ്മുടെ സമൂഹം ഒരു അടിയന്തരാവസ്ഥയിൽപ്പെട്ടു പോകുമ്പോൾ അത് നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാക്കാൻ ശ്രീ ഓർവലിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യക്ക് കഴിയുന്നു എന്നുള്ള തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹം ഇന്ന് ബാംഗ്ലൂരു പട്ടണത്തിൽ പോയിരിക്കുകയാണ്. മാത്രമല്ല ഈ ലക്ഷ്യ നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് വളർന്നു, അതും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കൂടെ ചേരുന്ന ആൾക്കാരും നമ്മൾ ചേരുന്ന ആൾക്കാരും ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. മാത്രമല്ല വളരെ പ്രൊഫഷണലി റൺ സ്ഥാപനമാണ് ഇതെന്ന് എനിക്ക് അറിയാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ പടുത്തുയർത്തുക വളരെ അധ്വാനം വേണ്ട സ്ഥാപനം തന്നെയാണ്. അപ്പൊ അതൊക്കെ ശ്രീ ഓർവൽ ലയനിന് കഴിയുന്നു എന്നറിയുന്ന സന്തോഷം. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. മാത്രമല്ല നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഒരു പ്രൊഫഷണൽ ഉദ്യോഗത്തിന് വേണ്ടി തരപ്പെടുത്താനുള്ള യാത്രയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സ്ഥാപനമായി ലക്ഷ്യം മാറുന്നു എന്നറിയുമ്പോൾ അതിലും സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ നമ്മള് വാർത്താ അവതാരകരാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട ജോലി വാർത്ത അവതരിപ്പിക്കലാണ്. എന്നാൽ AC റൂമിൽ ഇരുന്ന് വാർത്ത വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നില്ല. അമ്മമാർക്ക് വല്ലാത്ത വേവലാതി, അവർക്ക് തീരെയില്ലാതെ അവരുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. മക്കൾ പുറത്തോട്ട് പോയി രാത്രിയിൽ മടങ്ങി വന്നാൽ ഏത് കോലത്തിൽ വരും എന്നവർക്ക് അറിയില്ല. ചിലപ്പോൾ കൊലക്കത്തിയുമായിട്ട് കയറി വരും, ചിലപ്പോൾ അമ്മയെ തന്നെ മറ്റൊരർത്ഥത്തിൽ കാണുന്ന മകനായി വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദുസ്സഹമായ ജീവിത സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ പൊതുജീവിതത്തിൽ കേരളീയർ ഇതുവർ കേട്ടുകേഴിയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ വഴുതി മാറുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ യാത്രയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. 40 കൊല്ലം, ഒരു 4 പതിറ്റാണ്ടെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുരുഷായുസിൽ വലിയൊരു കാലമാണ്. എന്നാൽ ഒരു ജോലി എടുത്തു എന്നുള്ളത് വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഈ 40 കൊല്ലം ജോലി എടുത്തു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആഘോഷത്തിൽ നിന്നും എന്റെ ജീവിതത്തിൽ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. ജീവൻ എന്ന് പറയുന്നത് ടെലിവിഷനിൽ തിരിഞ്ഞതിനു ശേഷം രാവിലെ ടെലിവിഷനിലേക്ക് ഉണരുന്നു,
രാത്രിയിൽ ടെലിവിഷനിൽ ഉറങ്ങുന്നു, ഇടയ്ക്ക് ജീവൻ ബാക്കിയെടുക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, രാത്രിയിൽ 4-5 മണിക്കൂർ ഉറങ്ങുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ TV-യിലാണ് പരിപാടി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം A to Z അവസാനിക്കുന്നത്. മിക്കവാറും മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം മീഡിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും 8 മണിക്കൂർ ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്ന സാഹചര്യം ഇന്നില്ല. അത് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ അറിയാം. അതുകൊണ്ട് ഈ 40 കൊല്ലം എന്നുള്ളത് നമ്മൾ വലുതായിട്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഈ 40 കൊല്ലം കിട്ടിയ അനുഭവങ്ങൾ, നേടിയ വിജ്ഞാനം, നേടിയ അറിവുകൾ, പലപ്പോഴും നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ, ഇതെല്ലാം എന്തെങ്കിലും ഒരു സോഷ്യൽ കോസിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരുന്നു. 2 മാസം കൊണ്ടൊക്കെ 70 പേരൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഈ കൊലപാതകങ്ങൾ ഇത്ര പെട്ടെന്ന് വർദ്ധിക്കുന്നു എന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മാരകമായ സിന്തറ്റിക് ലഹരികൾ, രാസലഹരികൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. MDMA നിങ്ങൾക്ക് അറിയാം. ഞങ്ങളെ ഏറ്റവും അസ്വസ്ഥപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യാത്ര തിരുവനന്തപുരം നിന്നാണ് ആരംഭിച്ചത്, കാസർഗോഡ് അവസാനിക്കും, 30 ദിവസം നീണ്ടുനിൽക്കും, 14 ജില്ലകളിലെ മിക്കവാറും എല്ലാ താലൂക്കുകളിലും കടന്ന് ഞങ്ങൾ പോകും. അപ്പൊ ഈ യാത്ര പകുതി ഏകദേശം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ലക്ഷ്യ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വിചാരിച്ചതിനേക്കാളും ഒരു 300% ഇരട്ടിയെങ്കിലും ഈ രാസലഹരി നമ്മുടെ സമൂഹത്തിൽ വേര് പിടിച്ചു കഴിഞ്ഞു. ഞങ്ങളിതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പോലും ആളുകൾക്ക് സുപരിചിതമായ ഒരു വാക്കായിട്ട് ഇപ്പൊ ഈ MDMA മാറിയിട്ടുണ്ട്. സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് അറിയാം, ഈ സിന്തറ്റിക് ലഹരി നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ എന്താണ് അപകടമെന്ന് ആലോചിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ കൺമുന്നിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ കശക്കി ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ഈ സിന്തറ്റിക് ലഹരി എന്ന് നമ്മൾ പറയും. നമുക്ക് ഗിരീഷ് എന്റെ ശബ്ദം ഇത് കുറച്ചങ്ങോട്ട് നിൽക്കാൻ, നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാള് മനോനില നഷ്ടപ്പെടുന്ന ആളായിരിക്കും. അയാളുടെ മെന്റൽ ബാലൻസ് തകർന്നുപോയ ആളായിരിക്കും. നമുക്കൊരു മാനസിക രോഗിയെ നമ്മൾ കണ്ടാൽ മനോനില തകർന്നുപോയ ഒരാളെ എങ്ങനെ പെരുമാറുന്നു, അതേപോലുള്ള വിചിത്രമായ സ്വഭാവ രീതികൾ ഉള്ള ഒരാളാണ് MDMA ഉപയോഗിക്കുന്ന ആളുകൾ. നമ്മുടെ ഏറ്റവും നിരാശാജനകമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടികൾ പോലും, കേരളത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMA പോലുള്ള ലഹരികളിൽ താല്പര്യമുള്ളവരാണ്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ മദ്യം കഴിച്ച് ശീലമുള്ളവരാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന ഈ ലഹരിയിലേക്ക് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളിന്റെ ആയുസ് 7 കൊല്ലമായി ചുരുക്കി കിട്ടും MDMA കൃത്യമായി കഴിച്ചാൽ. ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇത് കഴിച്ചാൽ ഇതിന് അഡിക്ഷൻ ആവും. അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോലമൊക്കെ കിട്ട് ശരീരമൊക്കെ ഒത്തി വലിഞ്ഞ് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നമ്മുടെ തലച്ചോറും മനസ്സിൽ നിന്നുള്ള വൈദ്യുത ബന്ധമൊക്കെ തകർന്നുപോയി ഓരോ സിസ്റ്റമായിട്ട് തകർന്ന് തരിപ്പണമായി ഒരു 7 കൊല്ലമാകുമ്പോൾ അവസാനത്തെ വരി വലിച്ച് ചാകാൻ വിധിക്കപ്പെടും. ലാസ്റ്റ് ഊർജ്ജമെടുക്കാൻ ചിലപ്പോൾ 7-12 കൊല്ലം. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഈ യുവത്വത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും മുഴുവൻ നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെ അകാല മരണത്തെയും അകാല വാർദ്ധക്യത്തിൽ തന്നെയും ക്ഷണിച്ചു വരുന്ന ഒരു അപകടകരമായ ലഹരിയാണ് ഈ MDMA എന്ന് പറയുന്നത്. അപ്പൊ അത് ചിന്തിക്കുക പോലും പാടില്ല, കുട്ടികൾ ആലോചിക്കാൻ പോലും പാടില്ല. നിങ്ങൾക്ക് വലിയൊരു ഭാവി നിങ്ങളുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു 75-80 വയസ്സ് വരെ നല്ലൊരു ക്വാളിറ്റി ലൈഫ് ഇന്ന് നയിക്കാൻ കഴിയും. ശാസ്ത്രം അത്ര കൂടുതൽ വളർന്നു. ഏത് രോഗത്തിനും ഇന്ന് പരിഹാരമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മളുടെ ജീവനെ തന്നെ വെല്ലുവിളിയാക്കുന്ന ഈ രാസലഹരിക്ക് നമ്മൾ ചൊടി പാടാൻ തുടങ്ങിയത്. പ്രത്യേകിച്ചും ഈ ചെറുപ്പക്കാർ, പ്രായപൂർത്തിയാകാത്തവർ, ഒരുപാട് ആളുകൾ ഇപ്പോൾ രാസലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മന്ത്രി MP രാജേഷ് പറഞ്ഞൊരു കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് ഇത്തവണ തന്നെ 2 മാസം കൊണ്ട് ജനുവരി ഫെബ്രുവരി 2025 നമ്മൾ 600ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ 600ഓളം കേസുകളിൽ ഏതാണ്ട് 10-30% ആളുകളും പ്രായപൂർത്തിയാകാത്തവരാണ്.
അതിൽ 10-15% ആളുകൾ പെൺകുട്ടികളാണ്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളൊക്കെ ഇത്രയും അപകടം പിടിച്ച രാസലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അവിശ്വസനീയമായി തോന്നി. പക്ഷേ കണക്കുകൾ നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. ഇപ്പൊ റെയ്ഡൊക്കെ കൂടി, പരിശോധനകൾ കൂടി, നമ്മുടെ ഈ യാത്ര കൊണ്ട് വലിയ സ്വാധീനമാണ് പോലീസിലും എക്സൈസിലും ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് അവബോധം ഉണ്ടായത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനുകളിലേക്ക് MDMA വിതരണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് ജനങ്ങൾ വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നു. പണ്ടൊക്കെ ഈ വലിയ നെറ്റ്വർക്കുള്ള ഗൂണ്ടാ സംഘങ്ങൾ കൊച്ചുപിച്ചാത്തിയുമായിട്ട് നാട്ടിൽ കറങ്ങുമ്പോൾ അവർക്കെതിരെ ഒന്ന് മുരടനക്കാൻ പോലും നമുക്ക് ധൈര്യം വരില്ലായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് ആ ഭീതി അകന്നു തുടങ്ങി. കാരണം അമ്മമാർക്ക് സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റു വഴിയില്ലാതെ പലരും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ സാമൂഹിക ധർമ്മം അനുഷ്ഠിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നമ്മളുടെ മീഡിയ വഴിയുള്ള സമ്മർദ്ദവും നമ്മുടെ ഈ യാത്രയും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ MDMA വിതരണക്കാരനും വിൽപ്പനക്കാരനും MDMA ഉപയോഗിക്കുന്ന അവസാനത്തെ ആളും നമ്മുടെ നാട്ടിൽ ഇല്ലാതാകണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ലക്ഷ്യയെ പോലെയുള്ള ഈ ക്യാമ്പസുകളിലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഇപ്പൊ ഇത് വലിയ റെപ്യൂട്ടേഷനുള്ള 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. പല സ്ഥലത്തും ഇതിന് ബ്രാഞ്ചസ് ആയി കഴിഞ്ഞു, കേരളത്തിന് പുറത്തും. സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ വളർച്ചയിൽ അതിവേഗം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയുടെ കുറുകെ വലിയൊരു അപകടത്തിന്റെ, ഒരു ഡെമോക്രാസിന്റെ വാള് പോലെ ഒരു ഭീഷണി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പോലീസിന് ഒരു പ്രത്യേക അധികാരമുണ്ട്, എക്സൈസിനും പ്രത്യേക അധികാരം കൊടുത്തിരിക്കുക. അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ പ്രിൻസിപ്പലിന്റെ അനുമതിയെക്കുറിച്ചും ഒന്നും ഒരു പരിശോധന ആവശ്യപ്പെടുമ്പോൾ പോലീസ് കാത്തു നിൽക്കില്ല. ഒരാൾ MDMAയുമായി ക്യാമ്പസിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കാൻ വേണ്ടി ഒരാൾ MDMA കയ്യിലോ പോക്കറ്റിലോ മുടിയിലോ എവിടെയെങ്കിലും ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടികൂടാൻ ഈ ക്യാമ്പസിലേക്കും എക്സൈസിനും പോലീസിനും ഏത് നിമിഷവും കടന്നു വരാം. നമ്മുടെ റെപ്യൂട്ടേഷൻ താൽക്കാലത്തേക്കെങ്കിലും ഒന്ന് ഷേക്കാവും. അപ്പോ 2-3 ദിവസം കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളത് മറക്കുമെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അപരിചിതരായ ആളുകൾ നിങ്ങളുടെ കലാലയത്തിന്റെ മുന്നിൽ വരാൻ നിങ്ങൾ അനുവദിക്കരുത്. ഞാൻ പറഞ്ഞത് ആരെങ്കിലും നടന്നു പോകുന്നെങ്കിൽ ഇത് ചോദിക്കണമെന്നുള്ളതല്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചില രീതികൾ കാണും. അവർ ചിലപ്പോൾ മിഠായി തന്നെന്ന് വരും, ചോക്ലേറ്റ് തന്നെന്ന് വരും. ആ മിഠായി ലഹരി കലർത്തിയാണ് അവർ വിതരണം ചെയ്യുക. അത് 4-5 തവണ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇയാളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകും. അത്ര അഡിക്ഷനാണ് ഈ മിഠായി നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ മാത്രമല്ല, അപരിചിതനായ ഒരാൾ നിങ്ങളെ പരിചയപ്പെടാൻ വന്നാൽ നിങ്ങൾ അയാളെ ആട്ടി തിരിച്ചയക്കണം. അയാളോട് സംസാരിക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. സോഷ്യൽ മീഡിയ അതിനായിട്ട് ഉപയോഗിക്കും. വാട്സപ്പും അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കും. നിങ്ങളെ പരിചയപ്പെടുന്നത് എന്തിനാണ്? കച്ചവടത്തിനാണ്. അവർ നിങ്ങളെക്കാളും വിദ്യാഭ്യാസം ഉള്ളവനാണെന്നും ശാസ്ത്രബോധമുള്ളവനാണെന്നും ലോകത്തെ രാജ്യങ്ങളൊക്കെ പരിചയമുള്ളവനാണെന്നും ഒക്കെ പറയും. ചിലപ്പോൾ 10ാം ക്ലാസ് പാസ്സായി കാണത്തില്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ ഉടനെ പോയി പറയണം, ഇങ്ങനെ ഒരാൾ ഒരു സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, മെസ്സേജ് കൈമാറുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരോടെല്ലാം തുറന്നു പറയണം, ഇങ്ങനെ സംസാരിക്കാൻ ആളുകൾ വരുന്നു. കാര്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾ പണ്ട് പഠിച്ചിരുന്ന പോലെ അല്ല. ഇപ്പൊ അവരുടെ യാത്രയിലുടനീളം ഇങ്ങനെയുള്ള MDMA വിൽപ്പനക്കാരും രാസലഹരി കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരും. അപകടം പിടിച്ചൊരു കാലം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ നിങ്ങൾ പെരുമാറണം. വിജയകുമാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നമ്മളിതൊക്കെ പറയാതിരുന്നിട്ട് ഈ കാര്യമില്ല. നമ്മൾ ഇതുവരെയൊക്കെ ഒളിച്ചു വെച്ചിരുന്നു. കേരളത്തെക്കുറിച്ച് പുറത്തങ്ങനെ കെട്ടിവയ്ക്കാൻ മോശമല്ലേ? നമ്മുടെ ഇന്ത്യയിലെ ട്രക്ക് ക്യാപിറ്റൽ ആണ് കേരളം എന്നാണ് ഒരു ഇംഗ്ലീഷ് പത്രം ഈ അടുത്തിടെ 8 കോളത്തിൽ വാർത്ത എഴുതിയത്. നമുക്ക് വലിയ നാണക്കേടാണ്. നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരു പെരുമയും ഒരു പ്രശസ്തിയും ഒരു ഖ്യാതിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ നാട് എന്റെ അഭിമാനമാണ്. അപ്പൊ ഈ നാടിന്റെ അഭിമാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ഈ രാസലഹരിയുടെ വ്യാപനം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യുക. നമ്മൾ ഈ 30 ദിവസം കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ട് സംസ്ഥാന മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട്. സാധാരണ റിപ്പോർട്ടിൽ വ്യത്യസ്തമായി ഇതിന്റെ ഉറവിടങ്ങൾ എവിടെയാണ്, ആരാണ് ഇതിന്റെ വാഹകർ, ആരെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, ഏതൊക്കെ കലാലയങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നുള്ള രഹസ്യ വിവരം കൂടി ഉൾപ്പെടുത്തിയ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൂടി ഇതിന്റെ അനുബന്ധമായി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഏറ്റവും പ്രൊഫഷണൽ റിപ്പോർട്ടായിരിക്കണം അതെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമില്ല. ആരെയും സുഖിപ്പിക്കാനോ ആരുടെയെങ്കിലും മുഖം നോക്കാനോ ഏതെങ്കിലും വാണിജ്യ താല്പര്യങ്ങൾ അതിനുള്ളിൽ കടന്നുകൂടാനോ ഞങ്ങൾ അനുവദിക്കില്ല എന്നുകൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ യൂട്യൂബിലേക്ക് പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ ശാസ്ത്രീയമായ രീതികളെക്കുറിച്ചും ഒരു മനുഷ്യന്റെ മനോനില എങ്ങനെയാണ് MDMA തകർത്ത് കളയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. അത് കുട്ടികളായ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ചെറിയ കുട്ടികളെ പോലും പിടിച്ചുലയിക്കുന്ന ഇത്തരം മാസ്മര ലഹരികൾ നമ്മൾ ഹർഷോന്മാദം എന്നതിന് പേരിട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഗവേഷണ വിഭാഗം പറയുന്നത്.
ഉന്മാദ അവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ നടന്നെടുക്കുന്നത് മരണത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഉന്മാദം നിങ്ങൾ 7 കൊല്ലം കൊണ്ട് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും എന്ന കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. യങ്സ്റ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് വലിയൊരു ഭാവിയാണ് നിങ്ങളുടെ കൺമുന്നിലുള്ളത്. അതെപ്പോഴും ആലോചിച്ചോണം. കാര്യം നമുക്ക് നഷ്ടപ്പെടുത്താൻ ഈ വലിയൊരു ജീവിതം, അതായത് ക്വാളിറ്റി ലൈഫാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അത് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. നന്മ നിറഞ്ഞ, പ്രകാശം നിറഞ്ഞ ഒരു ജീവിത പാതയിലൂടെ നിങ്ങളെല്ലാവരും മുന്നോട്ട് പോവുക. ലക്ഷ്യം നിങ്ങൾക്ക് നല്ലൊരു പാത ഒരുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീ ഓർവെൽ ലയണലിനും ഇവിടുത്തെ മറ്റ് അധിപന്മാർക്കും എൻ്റെ നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ കൂടി എനിക്ക് പിന്നാലെ വരുന്ന വിജയകുമാറും ഡോക്ടർ ഉമ്മി ശിവരാമനും നിങ്ങളോട് സംസാരിക്കും. അവരും വാർത്താ അവതാരകരാണ്. 24ലൂടെ നിങ്ങൾ കണ്ടു കാണും. 24 ഈ നെറ്റ്വർക്കും നടത്തുന്ന ഈ യാത്രയ്ക്ക് നമ്മളെ സഹായിച്ച ശ്രീ റജി, അതുപോലെ നമ്മുടെ മറ്റുള്ള ഇവിടുത്തെ ഭാരവാഹികൾ, ഇവിടുത്തെ കുട്ടികൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശ്രീ വിജയകുമാറിനെ എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകി നമ്മൾ എന്താണ് ഇപ്പം നേരത്തെ കോളേജിലൊക്കെ ആണെങ്കിൽ ക്യാമ്പസിൽ ഒക്കെ നമ്മൾ ക്ലാസ് ഒക്കെ വിട്ട് വീട്ടിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. എസ് കെ സാർ പറഞ്ഞു നിർത്തിയെടുത്തു എന്ന് തന്നെ പറയാനാണ് എനിക്കും ആഗ്രഹം. നമുക്ക് നമ്മളുടെ ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് വലിയ തെറ്റായിരുന്നു അല്ലേ? അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ആളുകൾ വലിയ ചേട്ടന്മാർ എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാര് സ്മോക്ക് ചെയ്യുന്നതും ഒരു ആളൊഴിഞ്ഞ പറമ്പിലൊക്കെ പോയിരുന്ന ഒരു സിഗരറ്റ് അവർ പലരും മാറി മാറി വലിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ തെറ്റാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്ത് പാത്തിരുന്നൊക്കെ സിഗരറ്റ് വലിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് മദ്യപിക്കുക, അതും വലിയ തെറ്റാണ്. സ്കൂൾ കുട്ടികളൊന്നും മദ്യപിക്കാറേ ഇല്ല, മദ്യം കൊണ്ട് നടക്കാറില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്നലെ പത്തനംതിട്ടയിൽ SSLC പരീക്ഷ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വന്ന കുട്ടികൾ മദ്യക്കുപ്പികളുമായി ക്ലാസ്സിൽ വന്ന് അത് ടീച്ചേഴ്സ് കാണുകയും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ കണ്ടു. അങ്ങനെ സ്മോക്ക് ചെയ്യുന്നതിനും മദ്യപിക്കുന്നതിനും എന്തോ ഒരു മാന്യത അത് കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടി. അതിന് സിനിമയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹീറോ എന്ന് കരുതുന്നവരൊക്കെ മദ്യപിക്കുകയും അവർ സ്മോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതിനൊരു സ്റ്റൈൽ ഉണ്ട് എന്ന് കരുതി പലരും അങ്ങനെ മദ്യപാനവും സ്മോക്ക് ചെയ്യുന്നതും ഒക്കെ എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞു നടന്ന ഒരു കാലമുണ്ട്. അപ്പോ അതുപോലെ നമ്മൾ ഈ രാസലഹരി ഉപയോഗിക്കുന്നതിനും മാന്യത കൈവരുമോ എന്ന് ശരിക്കും നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ പല ജില്ലകളിൽ പോയി വരുന്ന വഴി ഞങ്ങൾ ഇന്നലെ വന്ന ഒരു സ്ഥലത്ത് അവിടെ അതിനുശേഷം അവിടെ ഈ പറയുന്ന ഒരു ക്യാമ്പസിൽ തന്നെയാണ് കേട്ടോ, ഇതിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. അതിന് അവിടുത്തെ കുട്ടികള് ഈ രാത്രി വൈകിയോ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിന് ശേഷമോ അവർ വൈകുന്നേരം ഒത്തുചേരുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ കയ്യിൽ രാസലഹരി ഉണ്ട്. അപ്പൊ അത് അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി അവർ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന മട്ടിലാണ് അവരൊക്കെ അതിനെ കാണുന്നത്. അത് നമ്മളുടെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അല്പം ഇത് ഉപയോഗിച്ചാൽ എന്താ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കാനാ എന്ന് വളരെ ലാഘവത്തോടെ അവരിത് ഉപയോഗിക്കുന്നു എന്നാണ് അവിടെയുള്ള പലരും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ അപകടത്തെ പറ്റി അറിയാത്തവരൊന്നുമല്ല. ഈ ബോധവൽക്കരണം എന്ന് പറയുന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഒരു അർത്ഥമില്ലാത്ത വാക്കായി മാറി. നമുക്കറിയാം ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്. ഇപ്പം മെത്തഫെറ്റമിൻ പോലെയോ അല്ലെങ്കിൽ എഫെഡ്രിൻ പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ അടുത്ത ദിവസം പറ്റാത്ത തരത്തിൽ നമ്മളുടെ തലച്ചോറിനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ലഹരിയായി ഈ മെത്തെന്നൊക്കെ നമ്മൾ പറയുന്ന മാരക ലഹരി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ ധാരാളമായി എത്തുന്നുണ്ട്. അതിന്റെ വിതരണക്കാർ കൊച്ചിയിലുണ്ട് എന്നാണ് പറയുന്നത്. അവരെ കണ്ടുപിടിക്കാൻ പറ്റാഴികയൊന്നുമില്ല. അവരെ കണ്ടുപിടിക്കേണ്ട എന്ന് നമ്മുടെ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചു. വേണ്ട എന്ന് അവരങ്ങ് വെച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ എടുത്ത് ഈ പറയുന്ന 1.5 ഗ്രാം 2 ഗ്രാമുമായി വരുന്ന കാരിയേഴ്സിനെ മാത്രം നമ്മൾ പിടിച്ച് അവരെ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഇത് കാലങ്ങൾ ചെല്ലുമ്പോൾ ഈ മദ്യപാനവും സിഗരറ്റ് വലിക്കുന്നതും ഒക്കെ എന്തോ മാന്യതയുള്ള പരിപാടിയായി എന്ന് നമ്മൾ ചിലർ ധരിക്കുന്നത് പോലെ നമ്മൾ ഭയക്കുന്നത് ഈ രാസലഹരി ഉപയോഗിക്കുന്നതും വലിയ കുഴപ്പമില്ല, 1-2 പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാനിത് നമ്മളുടെ കുട്ടികൾ ആകെ കുഴപ്പക്കാരാണ് എന്ന് പറയാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ അത്തരം ഒരു കുഴപ്പം നമ്മുടെ കുട്ടികളിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലെ സാഹചര്യം, നമ്മളുടെ അടുപ്പം, അച്ഛനമ്മമാർക്ക് മക്കളുമായി വലിയൊരു ഇഴയടുപ്പമില്ലാത്ത അവസ്ഥ, നമുക്ക് സൗഹൃദങ്ങൾ ഡീപ്പായ എന്ന് വെച്ചാൽ പ്രയോജനമുള്ള സൗഹൃദങ്ങളില്ലാത്ത അവസ്ഥ, നമ്മൾക്ക് മറ്റു ചില ഡിജിറ്റൽ സൗഹൃദങ്ങൾ മാത്രമാകുന്നു. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. നമ്മൾ മുഴുവൻ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെ ആകുന്നതിന് നമുക്ക് വലിയ പങ്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു യാത്ര, മാധ്യമപ്രവർത്തനത്തിന് 40 വർഷം SKN സാറ് പിന്നിടുമ്പോൾ 4 പതിറ്റാണ്ട് ഒരു മാധ്യമപ്രവർത്തകനായി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. അതും ആ കരിയറിൽ സക്സസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരം വിജയകരമായ മാധ്യമപ്രവർത്തനമാണ്. ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുക, അതിന് ബ്രേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വിനോദ ചാനലും വാർത്താ ചാനലിലും ഒക്കെ മറ്റേ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ ഒരേപോലെ കഴിവ് തെളിയിച്ച് 4 പതിറ്റാണ്ട് അതിൽ തുടർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയം തന്നെയാണ്. പക്ഷേ അതല്ല വേണ്ടത്. ഇത് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ കേട്ട് മടുത്തതാണ് ഈ ലഹരിക്കെതിരായ ബോധവൽക്കരണം. അതല്ല, യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ആഴത്തിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളെ അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്, അതൊരു നീരാളി പോലെ നമ്മുടെ സമൂഹത്തെ പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ തിരിച്ചറിവാണ് ഞങ്ങളിപ്പോൾ ഈ യാത്ര തുടങ്ങി 13ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ കരുതിയതിനൊക്കെ എത്രയോ അപ്പുറത്താണ് അതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ വൈകിയെങ്കിലും ഇനി അതിലൊരു ഇടപെടൽ വേണം, ഒരു ജാഗ്രത കാര്യത്തിൽ ഉണ്ടാകണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഉറവിടങ്ങളിൽ പോയി ഇത് കണ്ടുപിടിക്കാൻ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ചെയ്യട്ടെ. നമുക്ക് നമ്മളുടെ ചുറ്റുപാടും, നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ കോളേജിനടുത്തുള്ള കടകളിലൊന്നും ഇതിൽ നിന്ന് ഉറപ്പുവരുത്തുക. അതുണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടെത്തി ഈ ഏജൻസികളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് പറ്റില്ല എന്ന് അവരോട് മുഖത്ത് നോക്കി പറയാനൊരു ധൈര്യം ഉണ്ടാവുക. അതാണ് ഞങ്ങൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർക്കാരിന്, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നമ്മൾ കൈമാറാൻ പോകുന്ന റിപ്പോർട്ടിൽ ഉറപ്പായും അത്തരം കേന്ദ്രങ്ങളെ പറ്റി പരാമർശമുണ്ടാകും. അതിൽ നടപടിയെടുക്കാൻ സർക്കാർ, ഇനിയിപ്പോ എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമ ഇടപെടൽ, ഒരു ജാഗ്രത, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകും. ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. ഈ യാത്ര ഇത് കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്ത് അവസാനിപ്പിക്കുന്നതല്ല, അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകും. ഞങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഇവിടെ വന്ന് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഈ ഉദ്യമത്തിൽ നേരിട്ടും അല്ലാതെയും ഒക്കെ ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. SKN സാറും വിജയേട്ടനൊക്കെ ഇവിടെ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞ ന്യൂസ് റൂമിലാണ്. ഞങ്ങൾ ക്ലാസ് റൂമിൽ ജീവിക്കുന്ന പോലെ തന്നെ ന്യൂസ് റൂമിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങി ഇത്തരം ഒരു ഉദ്യോഗവുമായി ഇറങ്ങിയത് നമ്മുടെ നാട് അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നതുകൊണ്ടാണ്. SKN സാർ 40 വർഷം പൂർത്തിയാക്കുന്നു മാധ്യമ ജീവിതത്തിൽ. അതുകൊണ്ട് അത് വേണമെങ്കിൽ ആഘോഷമാക്കാവുന്ന ഒന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അതിനപ്പുറം വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു യാത്രയുമായി ഇറങ്ങുകയുമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ കോട്ടയത്ത് ഉണ്ടായ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ. ആ കോട്ടയം റാഗിംഗ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ദിവസമാണിന്ന്. ആ കുറ്റപത്രത്തിൽ ഈ പ്രതികളൊക്കെ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെ മാറുന്നു. എല്ലായിടത്തും എന്നല്ല, എല്ലാവരും എന്നുമല്ല, പക്ഷേ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇത്തരം മാറ്റങ്ങളാണെങ്കിൽ നമ്മൾ അതിന് ചെറുക്കേണ്ടതുണ്ട്. നല്ല മാറ്റങ്ങളെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു തലമുറ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് നമ്മൾ അനുവദിച്ചുകൂടാം. അതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരണം, ചെറുത്തുനിൽപ്പ് ഉയർന്നു വരണം. ഈ ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾ എത്തുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യുവതലമുറയാണല്ലോ പുതിയ കാലത്തെ നയിക്കേണ്ടത്. പുതിയ സമൂഹത്തെ നിർമ്മിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതെങ്ങനെയായി മാറണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ഏതെങ്കിലും ലഹരിക്കടിപ്പെട്ടു പോയി ആ നിലയ്ക്കായി മാറാൻ പാടില്ല. നിങ്ങളൊക്കെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണല്ലേ? വളരെ കൂളായി തന്നെ പരീക്ഷയൊക്കെ എഴുതാം. പക്ഷെ അപ്പോഴും ഒരു തരത്തിൽ നിങ്ങളൊക്കെ യുദ്ധസജ്ജരാണ്. അപ്പം അത്തരത്തിൽ യുദ്ധസജ്ജരാവുക. ഈ ലഹരിക്കെതിരെ ഞങ്ങൾക്ക് ഇവിടെ നൽകിയ നല്ല സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക. താങ്ക് യു. താങ്ക് യു. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ലൈക്ക് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഐ തിങ്ക് ഇതിൽ ശരിക്കും പറഞ്ഞാല് വെൻ യു ലുക്ക് അറ്റ് ഡ്രഗ്സ്, സാറ് പറയുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ എത്ര ഡീപ്പർ ആയിട്ട് ഇത് ശരിക്കും കേരളത്തിനെ ബാധിച്ചിട്ടുണ്ട്, നമ്മളിത് കാണുന്നതിന്റെ അപ്പുറം ഇത് കൈവിട്ടു പോയി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാറ് പറഞ്ഞതിൽ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. What we have to do is say no to drugs and yes to quality life. I think that's what he's trying to tell.
let's say no to drugs and yes to quality life. And that is the message that he has given. Sir, we will take that very positively. നമ്മൾ എന്തായാലും ശരിക്കും നമ്മളും ഒരാഴ്ച ഇവിടെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്. ആൻഡ് ശരിക്കും പറഞ്ഞാല് ഒരു എല്ലാരും പറഞ്ഞ പോലെ ഈ ഒരു ആഘോഷമാക്കി മാറ്റാണ്ട് ഇത്രയും എനിക്ക് തോന്നുന്നു 24 എന്ന് പറയുന്ന ന്യൂസ് ചാനലിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. ബിക്കോസ് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ചാനലാണ്, അത്രയും നമ്മൾ കാണുന്ന ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു റിപ്പോർട്ട് ശരിക്കും നിങ്ങൾ സമർപ്പിക്കുന്ന കാര്യം അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എ ബിഗ് ചേഞ്ച് ടു കേരള ആസ് എ സ്റ്റേറ്റ്. ആൻഡ് ആ ഇംഗ്ലീഷ് പത്രത്തില് കേരള ആസ് എ ഡ്രഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർ, നമ്മൾ യൂത്ത് എല്ലാവരും ഉണ്ട്, നമ്മളത് തിരുത്തും. ഉറപ്പായിട്ടും ആ ഡ്രഗ് ക്യാപിറ്റൽ എന്നൊരു പേര് നമ്മൾ മാറ്റും. നമ്മൾ എന്ന് പറയുന്ന യൂത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ആ ഇംഗ്ലീഷ് പത്രം തന്നെ ഒരു ദിവസം ഇത് മാറ്റി എഴുതുന്നവരെ നമ്മൾ ഈ ഒരു കാര്യം മുന്നോട്ട് പോകണം. ഇംഗ്ലീഷ് പത്രം ഫ്രണ്ട് പേജിൽ കേരളത്തിന്റെ വിജയവും കുട്ടികളുടെ ആഘോഷങ്ങളും റിസൾട്ട്സും മാർക്സും ആ കാര്യങ്ങളെല്ലാം വരട്ടെ, ഈ ഒരു പേര് മാറ്റട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. സർ വന്ന് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനെയും കണ്ടതിലും എല്ലാ സ്റ്റുഡൻസ് പ്ലീസ് give a standing ovation to sir for this wonderful 40 days, 40 years that he has celebrated. 1 month of a good journey throughout Kerala. It's not easy. Big round of applause again, everyone. SKM at 40. It's a wonderful initiative. Thank you so much, sir. And താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ ശ്രീ അവിനാഷ് കുടൂർ എന്ന് പറയുന്ന അക്കാഡമിക്സ് VP, അതുപോലെ വർക്കിംഗ് മേറ്റ് VP HR, അതുപോലെ വിഘ്നേഷ് നന്ദകുമാർ VP. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ ശ്രീ ഓർവൽ ലയണലിനും ഞങ്ങളുടെ നന്ദി. കാരണം മാത്രമല്ല, നമ്മുടെ ഈ ഒരു നമ്മൾ തുടങ്ങുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളിപ്പോൾ. കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ഇംഗ്ലീഷ് പത്രം അങ്ങനെ എഴുതി നമ്മുടെ ഖ്യാതി നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രഖ്യാപിച്ച ജില്ലയാണ് കേരളം എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് വായിക്കാൻ ഒരു ടൂറിസ്റ്റിന് നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് എന്നാൽ പോലും. അപ്പോൾ ഈ ഒരു വലിയ ഉദ്യമം ഒരുപക്ഷെ കേരളത്തിൽ വലിയൊരു അവബോധം ഉണ്ടാക്കാൻ നമ്മുടെ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പൊതുപ്രവർത്തകർ ഇങ്ങനെ കേരള യാത്ര നടന്നൊക്കെ കണ്ടു കാണും. പക്ഷേ സാധാരണ മാധ്യമപ്രവർത്തകൻ വാർത്ത വായിക്കേണ്ട സമയത്തിന് ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് സാധാരണമല്ല. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇനി ഇങ്ങനെ യാത്ര നടത്താനും സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. വെയിലിന്റെ കൂടുതലുകൊണ്ടല്ല, കാരണം ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കണം. അപ്പോൾ ശ്രീ റജി ചാവറ അതുപോലെയുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കും കുട്ടികൾ, കാരണം നിങ്ങൾ കുട്ടികളെന്ന് പറയുമ്പം ഞങ്ങളുടെ ബാല്യവും കൗമാരവും ഒക്കെ ഞങ്ങൾ അറിയാതെ ആലോചിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളുടെ കൗമാരത്തെ, നിങ്ങളുടെ ബാല്യത്തെ, നിങ്ങളുടെ യുവനത്തെ ഇങ്ങനെ പുകച്ചുരുളുകൾക്ക് വിട്ടുകൊടുക്കരുത്. അത് നിങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മളൊരു പ്രതിജ്ഞ കൂടി ഇവിടെ ചൊല്ലും. അപ്പൊ നമ്മുടെ വിജയകുമാർ ആ പ്രതിജ്ഞ ചൊല്ലിത്തരും. നിങ്ങൾ ചോരകിനി ആത്മാർത്ഥതയോടെ ആ പ്രതിജ്ഞ ഏറ്റെടുക്കുക. വഴിയിൽ കാണുന്ന ഒരു അപരിചിതനോട് ഒരു ആട്ടാട്ടി വിടാനുള്ള ധാർമ്മിക ധൈര്യം നിങ്ങൾക്കുണ്ടാകും ഈ പ്രതിജ്ഞയോടെ എന്ന് ഞങ്ങൾ കരുതുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും കൂടി ഒരു ലീഡറിന്റെ പേര് പറഞ്ഞാൽ ഒരു കപ്പ് ഞാൻ അവർക്ക് സമ്മാനിക്കും.
ഒരു പേര് ഒറ്റ പേര്. ആശിഷ് ഒന്ന് എഴുന്നേറ്റ്. ആശിഷാണോ നിങ്ങളുടെ കൈയടിക്കില്ല? അപ്പൊ ആശിഷ് ആശിഷ് പാട്ടുകാരനാണ്. അല്ല അല്ല, മിമിക്രിക്കാരനാണ്. പിന്നെ എങ്ങനെ ഇത്രയും ജനപ്രിയത്തുള്ള? ഞാൻ എന്റെ പേര് പറഞ്ഞു അവിടെ, ഞാൻ എന്റെ പേര് അവിടുന്ന് കയറി. ആശിഷ് മെടുക്കനാ. ഈ നാട്ടിൽ നമ്മൾ തന്നെ തള്ളി കൊടുക്കും നമ്മുടെ കാര്യം. വേറെ ആര് തള്ളും അല്ലേ? നന്നായി. വേണ്ട ആ ലഹരി വിരുദ്ധ പ്രതിജ്ഞ മനസ്സിലേക്ക് ഒരുപാട് പേരെ ഒടിച്ച 4 പേര് എഴുന്നേറ്റാൽ 4 പേർക്ക് ഞാൻ തൊപ്പി വരും. 4 പേര് എഴുന്നേക്കാവും. ഓ ഞാൻ നോക്കും. ഒരു 2 പേര് 3 ഒരാളും കൂടി എഴുന്നേറ്റ്. മൂന്ന് പേർക്ക് ഒരു പേരെ വിടാം. പെൺകുട്ടികൾക്കാരും നിങ്ങളാരും പ്രത്യേക ഒരു കുട്ടിയും കൂടെ. റെഡി. നാല് പേർക്കും കൂടെ പേര് ഓടാം. പെൺകുട്ടികൾ 2 പെൺകുട്ടികളുടെ. ഇയാൾ വരും. ഇയാൾക്ക് വരും. Oh, thank you.